മോഡ്യൂൾ 2 ലെസൺ 8 നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ശ്വാസവഴി തടസ്സപ്പെട്ടിട്ട് വളരെ ശ്വാസം മുട്ടിയിട്ട് ചോക്കിംഗ് അവസ്ഥ, സെക്കൻഡുകൾ വിലപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യം. നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഓക്സിജൻ മൊത്തം വിത്ഡ്രോ ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതുപോലെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടോ മറ്റോ ആയിട്ട് ഈ എയർവേ, നമ്മുടെ ശ്വാസനാളം അങ്ങോട്ട് തടസ്സപ്പെട്ടിട്ട് ഉള്ളിലോട്ട് വായു ഒട്ടും എത്താത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. നിമിഷങ്ങൾ ഏറ്റവും മൂല്യവർത്തായി മാറുന്നൊരു സമയമാണത്. ഡോക്ടർ എല്ലാം പെട്ടെന്നായിരുന്നു, ആ ഒരു നിമിഷം മുമ്പ് എല്ലാം ഓക്കെ ആയിരുന്നു. ശ്വാസവഴി തടസ്സം, ഓക്സിജൻ്റെ പ്ലഗ് പെട്ടെന്ന് പിഴുതെടുക്കുന്നത് പോലെയാണത്. മുന്നറിയിപ്പില്ല, കാത്തിരിക്കാനാവില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ ശ്വാസമുട്ടൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ചും പൂർണ്ണവും ഭാഗ്യവുമായ തടസ്സം എന്താണെന്നതിനെക്കുറിച്ചും പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതായി മാറുന്നത്? ഈ എയർവേ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ വഴി തടസ്സം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ ഭക്ഷണം തൊണ്ടയിലോ മറ്റെവിടെയെങ്കിലും കുടുങ്ങിയിട്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഫോറിൻ ബോഡീസ്, വിദേശ വസ്തുക്കൾ. പിന്നെ അവിടെ നീർവീക്കം വന്നിട്ട് ശ്വാസകോശത്തിലേക്ക് വായു പോകുന്നത് തടസ്സപ്പെടുക. ഒരു ഫാക്ടറിയിലേക്കുള്ള പ്രധാന വാതിൽ അടിച്ചിട്ടതുപോലെ അത് അകത്തുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, എല്ലാം നിശ്ചലമാക്കുന്നൊരു സാഹചര്യം. ഈ ശ്വാസ വഴിയുടെ ഭാഗിക തടസ്സവും പൂർണ്ണ തടസ്സവും വ്യത്യാസം എന്താ? ഒരു ഭാഗിക തടസ്സമാണെങ്കിൽ ആ ഒരാൾക്ക് ശക്തമായിട്ട് ചുമക്കാൻ കഴിയും. കാറ്റ് കുറച്ചെങ്കിലും വായു ഉള്ളിലേക്ക് കിടക്കും. ശബ്ദമുള്ളൊരു ശ്വാസം അനുഭവിക്കും. ശക്തമായിട്ട് ചുമക്കുകയാണെങ്കിൽ അവിടെ വല്ലാണ്ട് ഇടപെടേണ്ടതില്ല. പൂർണ്ണ തടസ്സം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? സംസാരിക്കാനേ കഴിയില്ല, ചുമയുണ്ടാവില്ല, വളരെ പാനിക്കായിട്ടുള്ള ഒരു ഭാവമായിരിക്കും, ചോക്കിങ്ങിൻ്റെ ഒരു ഭാവമായിരിക്കും അവരിലുണ്ടാവുക. ശ്വാസം ഇങ്ങനെ വല്ലാണ്ട് മുട്ടുന്നൊരു സാഹചര്യത്തിൽ നിശബ്ദത സമാധാനമല്ല, മറിച്ച് അപകടകരമാണ്. കൂടുതൽ അപകട സാധ്യതയുള്ളത് ആർക്കൊക്കെയാണ്? പ്രത്യേകിച്ച് കുട്ടികൾ, ചെറിയ ചെറിയ വസ്തുക്കൾ അല്ലെങ്കിൽ നാണയങ്ങൾ, ഇതൊക്കെ അവർ വല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വയോധികരായ ആൾക്കാർ, പല്ല് സെറ്റ് വീങ്ങുക തുടങ്ങിയ പ്രശ്നങ്ങൾ, മദ്യലഹരിയിലുള്ള ആൾക്കാർക്ക്, ചില നാഡീരോഗങ്ങളുള്ളവർ, ശ്വാസം മുട്ടലിന് ഇതൊക്കെ എന്താണ്? സ്ലിപ്പറി നിലങ്ങൾ പോലെയാണ്. ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സഹായം എത്തേണ്ടതാണ്. എന്ന് സംസാരിക്കാൻ കഴിയാതെ പോവുക, ശരീരത്തിലൊക്കെ നീല നിറം പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം, ബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഈ ബോധം നഷ്ടപ്പെടുന്ന ശരീരം പറയുന്ന ഒരു വലിയൊരു സന്ദേശമാണ്, എന്നിൽ ഓക്സിജൻ തീർന്നു എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ ശ്വാസ തടസ്സം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ തടസ്സം ഉണ്ടാകുന്നത് നാടകീയമല്ല, മരണകാരണമായ ഒരു നിശബ്ദതയാണത്. വേഗം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. വെൽക്കം.